ഹായ് ഹലോ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിതാ ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ കയ്യിലുള്ള മൊത്തം സ്റ്റോക്കല്ല, ഒരു 60% സ്റ്റോക്കായിട്ടാണ് ഞാൻ ഇന്നൊരു വീഡിയോ ആയിട്ട് വരുന്നത്. ഇതിൻ്റെ ഷോപ്പാണ്. അപ്പോൾ ഷോപ്പിൽ വരുന്ന ഇതിൻ്റെ ഉള്ളിൽ കൊള്ളാവുന്ന മാക്സിമം വണ്ടി ഞാൻ കൊള്ളിച്ചിട്ടുണ്ട്. ഇനി ഇതിന് പുറത്തും എൻ്റെ വീട്ടിലായിട്ട് കുറച്ച് വണ്ടികളുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഷോപ്പിൻ്റെ ഒരു ചെറിയ വീഡിയോ ആയിട്ട് വരാമെന്ന് കരുതി. അപ്പോൾ നിങ്ങൾക്കായിട്ട് എൻ്റെ ഷോപ്പിലുള്ള എല്ലാ വാഹനങ്ങളുടെയും ഇതിൽ ഞാൻ വീഡിയോ എടുത്ത വാഹനങ്ങളുണ്ട്, വീഡിയോ എടുക്കാത്ത വാഹനങ്ങളുണ്ട്. അപ്പോൾ ഒന്ന് കാണിക്കാമെന്ന് കരുതി. അത്യാവശ്യം ചെറിയൊരു ലോങ്ങുള്ള വീഡിയോ ആണ്. മുഴുവനായിട്ട് കണ്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള വണ്ടികൾ ഏതെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ലൊക്കേഷൻ വരുന്നത് മഞ്ചേരിയിൽ നിന്ന് മലപ്പുറത്തേക്ക് പോകുന്ന വഴിക്ക് 22 എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെയാണ് ലൊക്കേഷൻ വരുന്നത്. ആ റോഡ് കണ്ടില്ലേ, നമ്മളെ മഞ്ചേരിയിൽ നിന്ന് വരുമ്പോൾ റൈറ്റ് സൈഡിലും അതേപോലെ മലപ്പുറത്തുനിന്ന് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലുമാണ് നമ്മുടെ ഷോപ്പ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. അപ്പോൾ ഇത് 2012 വണ്ടിയാണ്. പേപ്പറൊക്കെ ഫിറ്റാണ്. വണ്ടി ക്വാളിറ്റി ഉണ്ട്, കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല. ഇത് 2015 VXI വാഗണാറാണ്. ചെറിയൊരു അപാകത ഉണ്ട്, പക്ഷേ സിംഗിൾ ഓണറാണ്. കിലോമീറ്റർ അത്യാവശ്യം ഓടിയിട്ടുണ്ട്. ഇതിന് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. 2015 മോഡൽ കോമ്പാക്റ്റാണ്. വീഡിയോന് എൻ്റെ ചാനലിലുണ്ട്. 2015 മോഡൽ അതിലാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ ചാനലിൽ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് പോയി കാണാം. ഇത് 2019 മോഡൽ ആപ്പയുടെ സിറ്റിയാണ്. സെക്കൻഡ് ഓണർ വണ്ടി നൈസാണ്, നീറ്റാണ്. ഇത് 2018 അതുലിൻ്റെ CNG ആണ്. അപ്പോൾ CNG ഒക്കെ തപ്പി നടക്കുന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ചെറിയ റേറ്റിൽ നമുക്ക് തരാൻ പറ്റും. ഇത് 2019-20 രജിസ്റ്ററിൽ വരുന്ന മഹീന്ദ്ര അൽഫ കോൺഫി ആണ്. സിംഗിൾ ഓണർ വണ്ടി, കുറഞ്ഞ കിലോമീറ്റർ ഇട്ടുള്ളൂ. പക്ക നീറ്റ് കണ്ടീഷൻ. നമ്മളെ നാട്ടിലെ വർക്കല്ല, പക്ഷേ സീറ്റും കാര്യങ്ങളൊക്കെ ആണെങ്കിലും വണ്ടി ക്വാളിറ്റി. വണ്ടി ഒരു തരി തുരുമ്പോ കാര്യങ്ങളോ ഒന്നും കയറിയിട്ടില്ല. ഇത് നോർമലായിട്ടുള്ള സീറ്റാണ് നമ്മളെ 2018 അതുലിൻ്റെത്. അതും നോർമൽ സീറ്റാണ്, പക്ഷേ ക്വാളിറ്റിയാണ്. ഇത് പുതിയ പണിയെടുത്ത പ്രൈവറ്റ് വണ്ടിയാണ്. പ്രൈവറ്റ് വണ്ടി താല്പര്യമുള്ളവർക്ക് വേഗം വിളിച്ചോളി. 13 മോഡൽ, ഫുള്ളായിട്ട് അഴിച്ചു പണിയെടുത്തതാണ്. ക്വാളിറ്റി വണ്ടി, സിംഗിൾ ഓണർ വണ്ടിയാണ്. പേപ്പറും കാര്യങ്ങളൊക്കെ ഫിറ്റാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. ഇത് 2013 മോഡൽ 14 രജിസ്റ്റർ വരുന്ന ആദ്യം ഇറങ്ങിയ കോമ്പാക്റ്റാണ്. നോർമലാണ്, നമ്മൾ നിലമ്പൂർ പണി എന്നൊക്കെ പറയും. നോർമലാണ്, വേറെ കുഴപ്പമോ അപാകതകളോ കാര്യങ്ങളൊന്നുമില്ല. ഇത് വരുന്നത് സിംഗിൾ ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണർ ഷവർലെറ്റിൻ്റെ ആവിയോ. ഒരു ചെറിയ പൈസക്ക് കാറൊക്കെ നോക്കി നടക്കുന്നവർക്ക് പറ്റിയ വണ്ടിയാണ്. പെട്രോൾ വാഹനമാണ്, സിംഗിൾ ഓണറാണ്. റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ക നീറ്റ് വണ്ടിയാണ്. നീറ്റ് മീൻസ് എൻജിൻ നീറ്റാണ്. ബോഡിക്ക് ചെറിയ ചെറിയ അപാകതകളുണ്ട്, അതായത് ചെറിയ ചെറിയ സ്ക്രാച്ചുകളുണ്ട്. പക്ഷേ എൻജിൻ ക്വാളിറ്റി പക്ക നീറ്റ്, ഒരു കോംപ്രമൈസും ഇല്ല. 70,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. നല്ല വണ്ടിയാണ്. ഇത് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, പേജിലുണ്ട്. 2020 മോഡൽ ഇതാണ്. ഇത് സ്റ്റാൻഡേർഡാണ്, സെൽഫുള്ള ടൈപ്പ്. 3000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഷോറൂമിൽ കൊണ്ടുനടക്കുന്ന പുതിയ വണ്ടി ഷോറൂമിൽ നിന്ന് ഇറക്കി കൊണ്ടുനടക്കുന്ന പോലെ കൊണ്ടുനടക്കാം. ഈ വാഹനത്തിൻ്റെ വീഡിയോ എൻ്റെ ചാനലിലുണ്ട്, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. താല്പര്യമുള്ളവർ പോയി കണ്ടോളി. ഇത് 2019 മോഡൽ അൽഫ DX ആണ്. അതായത് കോൺഫി അല്ല, പഴയ ബോഡി വരുന്ന ടൈപ്പ് DX ആണ്. സിംഗിൾ ഓണർ വണ്ടി, നോർമൽ വർക്ക് കാര്യങ്ങളെ പേപ്പറൊക്കെ ഫിറ്റാണ്. സീറ്റ് അത്യാവശ്യം കുഷനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. തുരുമ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. നോർമലാണ്, സിംഗിൾ ഓണർ വണ്ടി, വേറെ അപാകതകളോ കാര്യങ്ങളൊന്നുമില്ല. ഇനി വരുന്നത് ഈ മുതലാണ്. 2019 മോഡൽ 20 രജിസ്റ്ററിൽ വരുന്ന BS4 ആണ്. BS4 ആപ്പ ക്വാളിറ്റി വണ്ടി, സിംഗിൾ ഓണർ. ആകെ 70,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ബോഡി വർക്കൊക്കെ അത്യാവശ്യം നല്ല കുറ്റിയുറപ്പ് ബോഡി വർക്കാണ്. ഒരു തെറ്റും നമുക്ക് പറയാനില്ല. ക്വാളിറ്റി വണ്ടി, നല്ല നീറ്റ്, റീപെയിൻ്റ് ഒന്നും കയറാത്ത സിംഗിൾ ഓണർ ക്വാളിറ്റി വണ്ടി. അടുത്ത് നമ്മളിങ്ങനെ പോകുമ്പോൾ അടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ളത് ഈ മുതൽ 2016 മോഡൽ LPG കോമ്പാക്റ്റ്. അടിപൊളി വണ്ടി, ഒരു മെയിൻ അപാകതകളോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല എഞ്ചിനൊക്കെ പെർഫെക്റ്റ് എഞ്ചിനാണ്. പെർഫെക്റ്റ് ആണ്, അടിപൊളി എഞ്ചിനാണ്. കാരണം ഒറ്റ ഇതിൽ സെൽഫിൽ സ്റ്റാർട്ട് ആവാനുള്ള വണ്ടിയാണ്. അത്രയും ക്വാളിറ്റിയാണ്. ചെറിയ സീറ്റ് വർക്കിൻ്റെ കവറും കാര്യങ്ങളൊക്കെ ഊരി പോന്നിട്ടുണ്ട് എന്നല്ലാതെ വേറെ അപാകതകളൊന്നുമില്ല. LPG ഒക്കെ തപ്പി കിടക്കുന്നുള്ളി വിളിച്ചോളി. ഇത് 2011 മോഡലാണ്. 11 മോഡൽ ആപ്പയുടെ LD 11 മോഡലാണ്. പേപ്പർ കാര്യങ്ങളൊക്കെ ഫിറ്റാക്കി ഞാൻ തരും. വേറെ അപാകതകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ചെറിയ തുരുമ്പുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറഞ്ഞില്ല. ചെറുമട്ടത്തിൽ അവിടെ ഇവിടെയൊക്കെ തുരുമ്പുണ്ട്. പക്ഷെ ഉള്ളത് പക്കയായിട്ട് 2011 നിങ്ങൾക്ക് പക്കയായിട്ട് കൊണ്ടുനടക്കാം. ഇനി അടുത്തത് നമ്മളിങ്ങനെ പോകുമ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ 2015 മോഡൽ VXI ആണ്. വണ്ടി സിംഗിൾ ഓണറാണ് കേട്ടോ.
1,50,000 കിലോമീറ്റർ ഓടിക്കണ്. പക്ഷെ ഉള്ളത് ക്വാളിറ്റി വണ്ടിയാണ്. ചെറിയ അപാകതകളുണ്ട്, ചെറിയ റീപ്ലേസ്മെൻറ്റുകളുണ്ട്. അത് ഞങ്ങൾ വിളിക്കുമ്പോൾ ഞാൻ പറഞ്ഞു തരാം, വേറെ കുഴപ്പമൊന്നുമില്ല. ഇത് 2020 മോഡൽ BS6 ആണ്. BS6 ആപ്പേ LD ആണ്. സിംഗിൾ ഓണർ വണ്ടി, കുറഞ്ഞ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. നാക്ക് വണ്ടിയാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിട്ട് ബാക്കൊക്കെ ബിൽഡ് ചെയ്ത് നാക്കാക്കി കൊണ്ടുനടക്കുന്നുണ്ട്. പൊടി നിങ്ങൾ കണക്കാക്കണ്ട, കാരണം റോഡ് സൈഡ് തന്നെ ആയതുകൊണ്ട് നല്ല പൊടിയാണ്. ബോഡി മാത്രമേ നമ്മൾ ക്ലിയർ ആക്കലുള്ളൂ. അപ്പോൾ ഇതൊക്കെ എല്ലാം കൂടെ അടിക്കാൻ നിന്നാലേ നേരം ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ ഇത് വരുന്നത് 2013 മോഡലാണ്. 13 മോഡൽ ആപ്പയുടെ സാധാ വണ്ടി, എക്സ്ട്രാ LD അല്ല, സാധാ നോർമൽ വണ്ടി. അതും ബാക്കൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ കമ്പി കൂടൊക്കെ അടിച്ചതാണ്. വേറെ അപാകത കാര്യങ്ങളൊന്നുമില്ല. ഇനി എന്ത് പറയുള്ളത്, ഇനിയിപ്പോൾ എൻ്റെ ഷോപ്പിലുള്ള വണ്ടികൾ ഇത്രയൊക്കെ തന്നെയാണ്. അപ്പോൾ ഇനി ഇതിലേറെ കൂടുതൽ വണ്ടികൾ എൻ്റെ വീട്ടിൽ കിടക്കുന്നുണ്ട്. ഒരു 2019 മോഡൽ അൽഫ കിടക്കുന്നുണ്ട്. ഒരു 2008 മോഡൽ കോമ്പാക്റ്റ് ഉണ്ട്. പിന്നെ 2011 മോഡലിൽ ഇതുണ്ട്, ഇത് വാഗനാർ. പിന്നെ ഞാൻ വീഡിയോ ചെയ്ത എയ്സിൻ്റെ ഡൈക്കോർ ഉണ്ട്. നമ്മൾ താല്പര്യമുള്ളവർ, ഞാൻ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്, താല്പര്യമുള്ളവർ വിളിച്ചോളി. ഒരു സൂപ്പർവൈസ് ഡെലിവറി വാനും കാര്യങ്ങളൊക്കെ നമ്മളെ കയ്യിലുണ്ട്. വണ്ടികളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ വിളിച്ചോളി. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.